സുബ്ഹാനല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ വിശേഷ 27ാം രാവ് ഈ ചെറിയ ഒരു ദിക്ർ ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നതിന് തുല്യമാണെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ മഹത്തായ ദിക്ർ നമുക്ക് നോക്കാം. ഒരുപാട് പോരിഷകൾ നിറഞ്ഞ ദിക്റാണ്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. 83 വർഷം പകലും ഇബാദത്ത് ചെയ്ത കൂലി ഒരു രാത്രി കൊണ്ട് അല്ലാഹു നമുക്ക് നൽകപ്പെടുന്ന മഹത്തായ രാവാണ്. അതുകൊണ്ട് ഈ രാവ് നിങ്ങൾ ആരും പാഴാക്കി കളയല്ലേ. ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമായി കിട്ടിയ കൂലി അല്ലാഹു നമുക്ക് നൽകുന്നതാണ് ദിക്ർ കൊണ്ട്. ഞാനെന്ന് പറയാൻ പോകുന്ന റമളാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിൽ ഒറ്റയൊറ്റ രാവുകളിൽ നമുക്ക് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാം. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റിയ രാവേതാണ്? അത് 27ാം രാവാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. ലൈലത്തുൽ ഖദ്ർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, വിശിഷ്യ നമ്മൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണം. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ അവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. തനസ്സലുൽ മലായികതു വറൂഹു, മലക്കുകളും റൂഹും ഇറങ്ങി വരുന്ന ദിവസമാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാലാഖമാർ, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ അർവാഹുകൾ, അല്ലാഹുവേ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളുടെ അർവാഹുകൾ നമ്മളെ സന്ദർശിക്കുന്ന ദിവസമാണ്. അല്ലാഹ് അവർക്ക് നീ മാഫ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. തനസ്സലുൽ മലായികതു വറൂഹ് എന്ന് പറഞ്ഞാൽ മലക്കുകളും ജിബ്രീലും വരുമെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നു. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർ നമ്മളെ സന്ദർശിക്കുമെന്നാണ്. അല്ലാഹുവേ അവർക്കെല്ലാം നീ മാഫ് ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ട് ഈ രാവിലെ നമ്മൾ പരസ്പരം പ്രാർത്ഥനകളും ദുആകളും ചെയ്യിപ്പിക്കാറുണ്ട്. പലരും വിളിച്ചു ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് പറയാറുണ്ട്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറയാറുണ്ട്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മാഫ് ചെയ്യണേ അല്ലാഹ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നറിയാനുള്ള അനുഭവം, ഒന്നാമതായി നമുക്കുണ്ടാകുന്ന അനുഭവം, ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിലെ ചിന്തകളിലൊക്കെ മാറി ഒരു നല്ല ആത്മീയ ചിന്ത നമുക്കുണ്ടാകുന്നതാണ്. മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകും. അതായത് അന്നത്തെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം മലക്കുകളുടെ സാന്നിധ്യം നമുക്കുണ്ടാകുന്നതാണ്. നല്ല ഒരു മനസ്സിന്റെ റാഹത്തുണ്ടാകും. അല്ലാഹുവേ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നേ അല്ലാഹ്. മനസ്സിന് നല്ല റാഹത്തുണ്ടാകും. ദുനിയാവിന്റെ വിഷയങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. നമുക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇബാദത്തിനോട് നമുക്കൊരു വല്ലാത്ത സ്നേഹം തോന്നുന്നതാണ്. രണ്ടാമത് ആരാധനകളിൽ താല്പര്യം കൂടുക, വീണ്ടും വീണ്ടും ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക, അങ്ങനെ ആരാധനയിൽ ഒഴുകാൻ ഒരു താല്പര്യം ഉണ്ടാകും. അല്ലാഹുവേ എനിക്ക് ഇന്ന മജ്ലിസുകളിൽ പങ്കെടുക്കണം, ഇന്ന ദിക്റുകൾ ചെല്ലണം, ഇന്ന രീതിയിൽ എനിക്ക് ദിക്റുകൾ ചെല്ലണം. എത്രത്തോളം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം സലാത്തുകളും ദിക്റുകളും ചെല്ലാൻ ഒരു താല്പര്യം ഉണ്ടാകും. മൂന്നാമത്തത് നമ്മുടെ ഹൃദയത്തിൽ ഒരു വിനയമുണ്ടാകും. ഇതെല്ലാം എനിക്ക് തന്നത് അല്ലാഹുവാണ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ടോ എല്ലാം എന്റെ റബ്ബാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നതാണ്. നാലാമത് ഹൃദയവും കണ്ണും ഒരുപോലെ കരയും. അതായത് നമ്മൾ അറിയാതെ നമ്മൾ ഖുർആൻ ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴും അല്ലാഹുവിനോടുള്ള അടുപ്പത്താൽ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് പോകുന്നതാണ്. നമ്മൾ പോലും അറിയാതെ കരഞ്ഞു പോകും. അഞ്ചാമത്
ഹൃദയ വിശാലത, അതായത് നമ്മളോട് ദേഷ്യമുള്ളവരോടൊക്കെ പകയും വിദ്വേഷവും ദേഷ്യവും ഇല്ലാതെ നല്ല ഒരു മനസ്സിന് ഒരു റാഹത്തുണ്ടാകുന്നതാണ്. എല്ലാവരോടും ഒരു സ്നേഹവും കരുണയും കാരുണ്യം തോന്നുന്നതാണ്. ആറാമത്തത് ഒരു ശാരീരിക ഉന്മേഷം, അതായത് ഇന്നലെയൊക്കെ നിസ്കരിച്ചപ്പോൾ, കഴിഞ്ഞുപോയ ദിവസമൊക്കെ നിസ്കരിച്ചപ്പോൾ ഒരു ഉന്മേഷ കുറവുണ്ടായിരുന്നു, എന്നാലോ ഇപ്പോഴും നല്ല ഉന്മേഷമാണ്, ഒരു ഉന്മേഷവും ആവേശവും ഉണ്ടാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണങ്ങളാണ്. ഏഴാമത്തതിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല ആത്മീയതയോട് കൂടിയുള്ള ദുആ ചെയ്യുക. അതായത് ആഴത്തിൽ ഇറങ്ങി ചെന്ന് ഞാൻ ഒന്നുമല്ല എന്നുള്ള ചിന്തയോട് സർവ്വതും അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് ദുആ ചെയ്യാനും, അങ്ങനെ വന്നാൽ അത് ലൈലത്തുൽ ഖദർ ലഭിച്ചവരുടെ ഒരു അടയാളമാണ്. അല്ലാഹുവേ, നീ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എട്ടാമത് ഭയവും ദുനിയാവിലെ പ്രശ്നവുമെല്ലാം മറന്ന് നല്ല ഒരു ആനന്ദത്തിന്റെ ഒരു ഇത് നമ്മുടെ ഹൃദയത്തിൽ വരുന്നതാണ്. ഒമ്പതാമത് നമുക്ക് ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ആഖിറത്ത് നമുക്ക് ലഭിച്ചാൽ മതി എന്നുള്ള ചിന്തയുണ്ടാകാൻ കാരണം റഹ്മത്തിന്റെ മാലാകമാരുമായി സഹവസിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെ അന്നത്തെ ആ ലൈലത്തുൽ ഖദറിന്റെ അന്തരീക്ഷം നല്ല ഒരു ശാന്തമായിരിക്കും. ഇതിൽ നമുക്ക് കുറച്ച് അടയാളമെങ്കിലും ലഭിച്ചാൽ 1000 മാസത്തെ പ്രതിഫലം ലഭിക്കുന്ന ആ രാത്രി നമുക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹു ലൈലത്തുൽ ഖദർ നമുക്ക് നൽകിയാൽ തീർച്ചയായും ഈ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ്. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്തരീക്ഷം നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും, ഒരു മോടി അന്തരീക്ഷമായിരിക്കുകയില്ല. മാലാഖമാർ ഇറങ്ങി വരുമ്പോൾ അന്തരീക്ഷം തെളിയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലക്ഷക്കണക്കിന് മാലാഖമാരുമായി കഅബാലയത്തിന് മുകളിൽ ഇറങ്ങി വരും. അവിടെ നിന്ന് അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അവർ വ്യാപിക്കുന്നതാണ്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, ഇബാദത്തിൽ മുഴുകിയ അടിയാറുകളുടെ ഭവനങ്ങളിൽ അവർ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും. ആ സമയം അല്ലാഹുവിന്റെ അടിമകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും. അല്ലാഹു നമുക്ക് ദുആക്ക് ഇജാബത്ത് നൽകുന്ന അനുഗ്രഹീത നിമിഷങ്ങൾ 83 കൊല്ലവും 4 മാസവും തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത രാത്രി, നമുക്ക് വിജയം കിട്ടുന്ന ആ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ കരസ്ഥമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സമാധാനമായുള്ള രാത്രിയായിരിക്കും. തണുപ്പോ ചൂടോ അധികമായി ഒന്നുമില്ലാത്തൊരു ശാന്തമായ അന്തരീക്ഷം. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ എല്ലാം വല്ലാത്തൊരു സുഖമുണ്ടാകും. അതുപോലെ തന്നെ ചന്ദ്രൻ ആകാശത്ത് നിന്ന് ഉദിച്ച് വന്നതുപോലെയുള്ള ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ ഉദിക്കുന്ന സൂര്യകിരണങ്ങൾ കുറവായിരിക്കും, സൂര്യനുള്ള കിരണങ്ങൾ കുറവായിരിക്കും. ഏതുപോലെ 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ ആയിരിക്കും ആ സൂര്യൻ. അതുപോലെ തന്നെ പിറ്റേന്നുള്ള പ്രഭാതത്തിൽ ശൈത്താനെ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി അവനെ ചങ്ങലയ്ക്ക് ഇടുന്നതാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഈ ചെറിയ ദിക്ർ ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുന്നതാണ്, ലഭിച്ചതിന് തുല്യമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മഹത്തായ ദിക്ർ നമുക്കൊന്ന് നോക്കാം. لا إله إلا الله الحليم الكريم سبحان الله رب السماوات السبع ورب العرش العظيم. ഈ മഹത്തായ ദിക്ർ ആരും മറന്നുപോകരുത്. ഇന്ന് ഈ ദിക്ർ നിങ്ങൾ ഒരു 3 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കിയ ഒരു കൂട്ടത്തിൽ അല്ലാഹു നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നിങ്ങൾക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെല്ലണം. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചില്ല, നബിയേ, ലൈലത്തുൽ ഖദർ ഇന്ന രാവാണെന്ന് ഞാൻ അറിഞ്ഞാൽ എന്താണ് നബിയെ ഞാൻ പറയേണ്ടിയുള്ളത്? അല്ലാഹുവിന്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ആയിഷ, നീ പറയണേ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ മാപ്പ് ചെയ്തു തരണേ
അല്ലാഹ്. അപ്പൊ ഈ ദിക്റുകളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം എന്ന് ചെല്ലണം. അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകപ്പെടുന്ന രാവാണ്. പടച്ചവനെ റബ്ബേ, ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരസ്ഥമാകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ഈ പരിശുദ്ധ റമളാൻ ചെയ്ത മുഴുവൻ പുണ്യകർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. റബ്ബേ, ഒരുപാട് പേര് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, അവരുടെയും ഞങ്ങളെയും സകല ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ മുഴുവൻ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ തറാവീഹുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖുർആൻ പാരായണം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. നിന്റെ വിശാലമായ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാരായി വരിപ്പിക്കല്ലേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ പടച്ചവൻ. എത്രയോ വർഷങ്ങളായി വാടക വീടുകളിൽ കഴിയുന്നവരുടെ സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ കിഡ്നി രോഗം മാറ്റു, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലുള്ള സകല രോഗത്തിൽ നിന്ന് അവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളോട് എല്ലാ പ്രഭാതത്തിൽ ദിക്ർ ചെല്ലുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവർക്കെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. അവർക്കെല്ലാം നീ സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകണേ പടച്ചവനെ അല്ലാഹുവേ. 27-ാം രാവ് നിന്റെ അടുക്കലേക്ക് ഉയർത്തി കരങ്ങളെ നീ തട്ടല്ലേ റഹ്മാനായ റബ്ബേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ജോലികളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജോലി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ മക്കൾ വിവാഹപ്രായമെത്തി നിൽക്കുന്ന സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. അവരെ മാതാപിതാക്കൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ സർവ്വ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബേ, കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ അല്ലാഹുവേ. നീ എത്രയോ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ, അവർക്കൊക്കെ സമാധാനം നൽകണേ അല്ലാഹ്. ആ രാജ്യത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ യുദ്ധാന്തരീക്ഷം നീ മാറ്റണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഞങ്ങളുടെ തൊഴിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ, ഞങ്ങളുടെ വാഹനങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ വസ്തുക്കളിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്ത എത്രയോ പേര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ
സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. സർവ്വ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ അവരെയും ഞങ്ങളെയും നീ കാക്കണേ എല്ലാ മേഖലകളിലും വിജയം നൽകണേ റബ്ബേ. സർവ്വവിധ ഐശ്വര്യങ്ങളും നീ നിലനിർത്തണേ ആപത്ത് മുസീബത്തുകളിൽ ഞങ്ങൾക്ക് കാവൽ നൽകണേ പടച്ചവനെ. ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ പെട്ടെന്നുള്ള മരണങ്ങളിൽ ഞങ്ങൾ നീ കാക്കണേ ഒരുപാട് റമദാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ ലൈലത്തുൽ ഖദർ കരസ്ഥമായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك عليه. السلام عليكم ورحمة الله.